ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ സീസണിന് ശേഷം വലിയ കൂടുമാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരുപാട് ട്രാൻസ്ഫർ റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ചില ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ താരം അത് എഡേഴ്സൺ ആണ്. അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിരയിലെ 2 താരങ്ങൾ ക്ലബ്ബ് വിടുകയാണ്. ഒന്ന് കാസമിറോ, 2 മാനുവൽ ഉഗാർത്തെ, രണ്ടുപേരും ക്ലബ്ബ് വിടുകയാണ്. പകരം അറ്റ്ലാന്റയുടെ എഡേഴ്സണെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പോൾ താല്പര്യമുണ്ട്. ബ്രസീലിയൻ താരമായ ഇദ്ദേഹത്തിന്റെ മൂല്യം 42 മില്യൺ പൗണ്ടാണ് വരുന്നത്. താരം നേരത്തെ അത്ലറ്റിക്കോ മാഡ്രിഡുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ താരത്തെ ഹൈജാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് എൻട്രിക്കാണ്. നിലവിൽ ലിയോണിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് എൻട്രിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഴ്സണൽ ഇപ്പോൾ ഈ താരത്തെ നിരീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. റയൽ മാഡ്രിഡ് ഇദ്ദേഹത്തെ വരുന്ന സമ്മറിൽ കൈവിടാൻ തയ്യാറായി കഴിഞ്ഞാൽ ആഴ്സണൽ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഒരുക്കമാണ് എന്നാണ് കോട്ട് ഓഫ് സൈഡ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ താരം അത് ജാവോ ഗോമസ് ആണ്. ബ്രസീലിയൻ താരമായ ഇദ്ദേഹം പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾവ്സിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. 2030 വരെ അദ്ദേഹത്തിന് വോൾവ്സുമായി കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്. ഈ സ്പാനിഷ് ക്ലബ്ബ് കൂടാതെ പല പ്രധാനപ്പെട്ട ക്ലബ്ബുകളും ജാവോ ഗോമസിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ താരം അത് ഹൾക്കാണ്. നിലവിൽ അത്ലറ്റിക്കോ മിനേറോക്ക് വേണ്ടിയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമ്മറിൽ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. ഫ്ലുമിനൻസ് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ ലീഗിൽ ഈ സീസണിൽ 13 മത്സരങ്ങൾ ഒരു ക്ലബിന് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു ക്ലബിന് വേണ്ടി ബാക്കിയുള്ള ബ്രസീലിയൻ ലീഗ് മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല. 12 മത്സരങ്ങൾ ഇതിനോടകം തന്നെ അത്ലറ്റിക്കോ മിനേറോക്ക് വേണ്ടി ഹൾക്ക് കളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുകയാണ്. ഫ്ലുമിനൻസുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെ 4 ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.